ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ജൈവവളം നമ്മുടെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ ജൈവവളം ഉണ്ടല്ലോ, നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ പച്ചക്കറികൾക്കാണെങ്കിലും വാഴയ്ക്കാണെങ്കിലും എല്ലാത്തിനും, ചെടികൾക്കൊക്കെ ആണെങ്കിൽ സൂപ്പറാണ്. നല്ല അതുപോലെ പൂക്കളുമൊക്കെ ഉണ്ടാകും, കാപ്പാലമൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കണ്ടായോ? അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ എങ്ങനെയാണ് ഈ ജൈവവളം തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചാണകം എടുത്തിട്ടുണ്ട്, അളവൊക്കെ ഞാൻ പറയാം. പിന്നെ വേപ്പിൻ പിണ്ണാക്ക് എടുത്തിട്ടുണ്ട്, കടലപ്പിണ്ണാക്ക് എടുത്തിട്ടുണ്ട്. അപ്പം ഒരു പശുവിൻ്റെ ഒരു ദിവസത്തെ ചാണകം ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം 1:1:1 എന്നാണ് ഇതിൻ്റെ അളവ്. എങ്കിലും നമുക്ക് ചാണകമൊന്നും അളക്കാൻ പറ്റത്തില്ലല്ലോ, എവിടെ കൊണ്ടുപോയി തൂക്കുക. അപ്പോൾ ഞാൻ അളവ് എടുത്തിരിക്കുന്നത് ഒരു പശു ഒരു ദിവസം ഇടുന്ന ചാണകം എടുത്തിട്ടുണ്ട്. അതാണ് ഇത്ര എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ വെള്ളം ഒഴിച്ച് കലക്കി വെക്കണം. പിന്നെ 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, അത് വെള്ളം ഒഴിച്ച് കുതിർക്കുക. അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് 1 കിലോ. ഇത് പിന്നെ ചെക്കിലാട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അവർ പറഞ്ഞു. സാധാരണ നല്ല ഇതായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടതാണ്, എണ്ണയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടതാണ്. ഈ നിറമെല്ലാം വെളുത്തിട്ടിരിക്കേണ്ടതാണ് കേട്ടോ. പക്ഷേ അവർ ചെക്കിലാട്ടിയാണ് ഇങ്ങനെ ഇരിക്കുന്നത്, കല്ലൊന്നും അല്ല കേട്ടോ. ഇത് കടലപ്പിണ്ണാക്ക്, അതല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്കാണ്. ഇതിന് ഇച്ചിരി വിലയുണ്ട്, 48 രൂപയും കണ്ടാണ് ഇതിന് വില. ഇതിന് വേപ്പിൻ പിണ്ണാക്കിന് 27 രൂപയേ ഉള്ളൂ. വേപ്പിൻ പിണ്ണാക്കെന്ന് പറയുന്നത് നമ്മുടെ കിടത്തിൻ്റെ എന്തെങ്കിലും ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. കടലപ്പിണ്ണാക്കെന്ന് പറയുന്നത് ചെടികൾക്ക് നല്ല പുഷ്ടി ഉണ്ടാകാനും നല്ല കാവലം ഉണ്ടാകാനും ഒക്കെ ആണ് ഈ കടലപ്പിണ്ണാക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ ചാണകം നിങ്ങൾക്കറിയാമല്ലോ, ചാണകം വളരെ നല്ലതാണ്. എല്ലാ പച്ചക്കറികൾക്കാണെങ്കിലും എല്ലാത്തിനും നല്ലതാണിത്. വളരെ ആരോഗ്യത്തോടെ വളരാനും നല്ല കാവലമൊക്കെ ഉണ്ടാകാനും ഏറ്റവും ബെസ്റ്റാണ് ചാണകം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിന് കലക്കി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇങ്ങനെ ഒരു ജൈവവളം നമ്മൾ ഉണ്ടാക്കി ചെടികൾക്ക് ഒഴിച്ചാലും നല്ല പുഷ്ടി ഉണ്ടാവുന്നു, നല്ല ആരോഗ്യം ഉണ്ടാവുന്നു, നല്ല പിന്നെ കാവലമൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ സബ്സ്ക്രൈബറായ നിഷിജ അഷ്റഫാണ്. നിഷിജ അഷ്റഫ് നല്ലൊരു വീട്ടമ്മയും നല്ലൊരു കർഷകയുമാണ്. പുള്ളിക്കാരത്തി നല്ല രീതിയിൽ അവരുടെ വീട്ടിലെ പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്നതായിരിക്കും. എല്ലാ വീഡിയോസിലും പുള്ളിക്കാരത്തി കമൻറ്റൊക്കെ വിടാറുണ്ട്. അപ്പം നിഷിജയ്ക്ക് എൻ്റെ വക ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പിണ്ണാക്കിനകത്തേണ്ട വെള്ളം ഒഴിച്ച് വെച്ചിരിക്കണം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടേ. നല്ലോണം ഒന്ന് കുതിരണം. അത് വെള്ളത്തിൽ തന്നെ കിടന്ന് അങ്ങ് കുതിർന്ന് വന്നോളും. അതുപോലെ തന്നെ ഇപ്പം വേപ്പിൻ പിണ്ണാക്കിനകത്തും ഇങ്ങനെ വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ നട്ടിരിക്കുന്ന പച്ചക്കറിയുടെയും കൃഷിയുടെയൊക്കെ അളവിനനുസരിച്ച് വേണം നമ്മളിത് കലക്കി വെക്കാൻ. ഒരുപാട് നാളിത് കലക്കി വെക്കത്തില്ല, കാരണം ഇത് 15 ദിവസത്തിൽ കൂടിയിരുന്നാൽ പിന്നെ നല്ല സ്മെല്ലൊക്കെ വരും. അതുകൊണ്ടായി പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഒരു 250 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും 250 ഗ്രാം കടലപ്പിണ്ണാക്കും ഒരു കുറച്ച് 2 പിടി ചാണകവും മാത്രം കലക്കി വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ നമുക്ക് കൂടുതലുണ്ടെങ്കിൽ ഇപ്പം സ്വല്പം ഉണ്ടായതുകൊണ്ട് ഞാൻ ഇത്രയും എടുത്തിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലെ അളവിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. ഇതിന് ഞാനൊരു ഡ്രമ്മിനകത്തോട്ടാണ് ഇടാൻ പോകുന്നത്. ചാണകം ഡ്രമ്മിനകത്തോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ കലക്കാം. അപ്പോൾ ഈ ഡ്രമ്മാണ് ഞാൻ കലക്കുന്നതിനായിട്ട് എടുക്കുന്നത്. നേരത്തെ ഞാൻ ഈ ഡ്രമ്മിനകത്താണ് ഉണ്ടാക്കിയത്. ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിരുന്നു. നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കൂടെ ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം അത് പിന്നെ ഇത് ഇരുന്നത് ഞാൻ ചെടികൾക്കൊക്കെ ഒഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നല്ല പച്ചപ്പോട് നിൽപ്പുണ്ട്, നല്ലവണ്ണം കായൊക്കെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അത് മാറ്റി ഞാൻ കുറച്ച് കണ്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്. അത് തീരാറായതുകൊണ്ടാണ് അടുത്ത ട്രിപ്പ് ഉണ്ടാക്കുന്നതും നിങ്ങളെ കാണിക്കുന്നതും. നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ട് കണ്ടില്ല, നല്ല ഇത് ഇരട്ടി വെള്ളം ചേർത്ത് വേണം ഇത് ചെടികൾക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ ഡ്രമ്മിലോട്ട് നമ്മൾ ചാണകം ഇട്ടിട്ടുണ്ട്. ഒരു ദിവസത്തെ ചാണകമാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. നേരത്തെ ഞാൻ അരഭാഗം മാത്രമേ ഒഴിച്ചിട്ടുള്ളായിരുന്നു. ഇപ്പോഴും ഞാൻ അത്ര മാത്രമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ എത്ര വെള്ളം ചേർക്കുന്നു, 200 ലിറ്റർ വെള്ളം വരെ ഇതിനകത്ത് ചേർക്കാമെന്ന്. 200 ലിറ്റർ വെള്ളം ചേർത്താലും പിന്നെ നമ്മൾ ഒഴിക്കുമ്പോൾ വീണ്ടും ഡൈല്യൂട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒഴിക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് നല്ല വീര്യമുള്ള ഒരു ജൈവവളമാണ് ഇത്. ഈ ചാണകം എല്ലാം നല്ലതുപോലെ ഒന്ന് കലക്കി കൊടുക്കണം. ഇത് ഒരു സൈഡിലോട്ട് വേണം ഇത് ഇളക്കാനായിട്ട്. ഇതിനകത്തോട്ട് വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്. അത് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കടലപ്പിണ്ണാക്ക്, അതായത് കപ്പലണ്ടി പിണ്ണാക്കും അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം.
നമ്മൾ ഇട്ടേക്കുന്ന സാധനം എല്ലാം അലിഞ്ഞ് ചേരണം അതിനകത്ത്. ഞാനിപ്പോൾ ഈ ഡ്രമ്മിൻ്റെ അരഭാഗം മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. പിണ്ണാക്കൊക്കെ കിടന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് അലിഞ്ഞ് ചേരണം. എന്നും രാവിലെ എഴുന്നേറ്റ് നിന്ന് 5 ദിവസം ഇങ്ങനെ കറക്കി കൊടുക്കണം കേട്ടോ, കുറച്ച് നേരം. എന്നിട്ട് നമുക്ക് 5 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ ചെടിയുടെയും കടയ്ക്കൽ കൊണ്ടൊന്ന് ഒഴിക്കാം. നമ്മൾ 1 മഗ് എടുക്കുകയാണെങ്കിൽ ഇരട്ടി വെള്ളം കൂടെ ചേർത്തിട്ട് വേണം കടയ്ക്കൽ ഒഴിക്കാനായിട്ട്. 1/2 ബക്കറ്റ് എടുക്കുകയാണെങ്കിൽ 1 ബക്കറ്റ് ആക്കിക്കൊണ്ട് ഒഴിക്കുക. അങ്ങനെ 15 ദിവസം വരെ ഇത് വെച്ചിരുന്ന് ഉപയോഗിക്കാം. ഇത് ചെറിയ അളവിൽ മതിയെന്നുണ്ടെങ്കിൽ ചെറിയ ബക്കറ്റിനകത്ത് ചെയ്താൽ മാത്രം മതി. അപ്പം എങ്ങനെയാണ് ഈ ജൈവവളം ഉണ്ടാക്കുന്നത് മനസ്സിലായാലും അതൊരിക്കലും തിരിച്ച് കറക്കരുതേ. നമ്മൾ കേക്ക് കറക്കുമ്പോൾ ഇങ്ങനെ കറക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിലോട്ട്, അതുപോലെ തന്നെ കറക്കുന്നതെല്ലാം ഒരു സൈഡിലോട്ട്. അതിൻ്റെ ജീവാണുക്കളൊക്കെ നശിക്കുമെന്നാണ് പറയുന്നത് നമ്മൾ ഓരോ കറക്കും. നല്ല അണുക്കളൊക്കെ നശിക്കുമെന്നാണ് പറയുന്നത്. തിരിച്ചും ഒക്കെ ഇട്ട് കറക്കും. ഓക്കെ, മതി. ഇതിന് ഇങ്ങനെ തുറന്ന് വെച്ചിരുന്നാൽ പോരാ കേട്ടോ, നല്ലതുപോലെ അടച്ചു വെക്കണം. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് സ്വല്പം മാറ്റി എവിടെയെങ്കിലും വെച്ചിരുന്നാൽ മതി. ഇത് തണൽ ഭാഗത്ത് വയ്ക്കണം, വെയിലുള്ള ഭാഗത്ത് വയ്ക്കാതെ. അങ്ങനെ പിന്നെ വെയിലുള്ള ഭാഗമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും മൂടി ഇട്ടേക്കണം. ഇതിന് നമുക്ക് അടച്ചു വയ്ക്കാം. അത്യാവശ്യം സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ, അതൊന്നും കുഴപ്പമില്ല, വളമല്ലേ. ഇതിനകത്ത് പുഴുവൊന്നും കിടക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ അടച്ചു വയ്ക്കുക. അതിൻ്റെ മുകളിൽ ഒരു പലകയുടെ ഒരു വെയിറ്റ് എന്തെങ്കിലും എടുത്ത് വെച്ച് അടച്ചങ്ങ് വെച്ചേക്കാം. ഇപ്പം നമ്മൾ കലക്കി വെച്ചിട്ട് 2ാമത്തെ ദിവസമാണ്. 2ാമത്തെ ദിവസവും രാവിലെ നമ്മളിത് കലക്കി കൊടുക്കണം. ഇതേപോലെ 5 ദിവസം കലക്കണം. സ്മെല്ലൊക്കെ കാണും കേട്ടോ. ഇങ്ങനെ ഇരിക്കും എല്ലാം. നമ്മൾ ഒന്നുകൂടെ നല്ലതുപോലെ കലക്കി കൊടുക്കാം. ഇതിലോട്ട് കൊണ്ട് നല്ലതുപോലെ കൊടുക്കണം. അഞ്ച് മിനിറ്റ് നേരം കലക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അതേപോലെ അടച്ചങ്ങ് വെച്ചേക്കണം. വീണ്ടും അടുത്ത ദിവസം ഇതേപോലെ കലക്കി കൊടുക്കണം. അപ്പം നമ്മുടെ ജൈവവളം ഉണ്ടാക്കി വെച്ചിട്ട് 5ാം ദിവസമാണ്. 5ാം ദിവസം ഒന്ന് കലക്കി കൊടുത്തിട്ട് നമുക്കത് എങ്ങനെയാണ് ചെടികൾക്ക് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. നമുക്കത് ഒന്നും കൂടെ കലക്കാം. ഇപ്പം 5 ദിവസം കലക്കിയപ്പോഴത്തേക്ക് എല്ലാം നല്ലതുപോലെ, അതായത് നമ്മുടെ വേപ്പും പിണ്ണാക്കും നമ്മുടെ കടലപ്പിണ്ണാക്കും ചാണകം കൂടെ നല്ലൊരു അമൃത് മാതിരിയാണ് ചെടികൾക്കിത്. ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ അത് വളരുന്നത് നമുക്ക് നോക്കി നിൽക്കി വളരുന്നത് പോലെയാണ് തോന്നുന്നത്. ഒരു സൈഡിലോട്ട് മാത്രം കലക്കിയിട്ട് നമുക്കത് ചെടികൾക്ക് ഉപയോഗിക്കാം. ചെടികൾക്ക് ഇതെങ്ങനെയാണ് ഒഴിക്കുന്നതെന്ന് നോക്കാം. ഇപ്പം അമ്പലത്തിൽ ഉത്സവമൊക്കെ ആയതുകൊണ്ട് സൗണ്ടൊക്കെ ഇച്ചിരി കൂടുതലാണ്. അപ്പം ഞാൻ ഇതിന് 1 ബക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് 2 ഇരട്ടി വെള്ളം കൂടെ വേണം നമ്മൾ ഒഴിച്ചിട്ട് ചെടികൾക്ക് ഒഴിക്കാനായിട്ട്. ഒരു പഴയ ബക്കറ്റൊക്കെ ഉപയോഗിച്ചിരുന്നാൽ മതി കേട്ടോ. ഇതിന് 2 ബക്കറ്റ് വെള്ളം കൂടെ ഒഴിക്കാം. ഒരു ബക്കറ്റും കൂടെ വീത്താം. നമ്മൾ ഏത് പാത്രത്തിനാണോ എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വേണം വെള്ളം എടുക്കാനായിട്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാം. കാരണം നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അളവ് കുറച്ച് വേണം ഒഴിക്കാൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പയറിന് വീത്താം അല്ലേ. മുറ്റത്തിപ്പം വീണ്ടും പയറൊക്കെ ആയിട്ടുണ്ട്. പയറൊക്കെ കണ്ട് നല്ലതുപോലെ പിടിച്ചു വരാൻ തുടങ്ങി. നേരത്തെ ഒരു പ്രാവശ്യം ഇതേപോലെ കലക്കി ഒഴിച്ചതാണ്. കാരണം അതിന് നല്ല വിജയം കണ്ടതുകൊണ്ടാണ് വീണ്ടും നിങ്ങളിത് കാണിക്കുന്നത്.
നമുക്കിത് ഓരോ മഗ് വീതം ഓരോന്നിൻ്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം. വഴുതനയുടെ മൂട്ടിലും കുറച്ചൊഴിക്കാം. കണ്ടില്ലേ, നല്ലതുപോലെ തഴച്ച് വരുന്നുണ്ട് കേട്ടോ അത്. അതുകൊണ്ട് നമ്മൾ അത് ഒഴിച്ചതിൻ്റെ ഗുണമൊക്കെയാണ് ഈ കാണുന്നത്. നല്ല കണ്ടില്ലേ, പയറിൻ്റെ നീളമൊക്കെ കണ്ടില്ലേ. ഇനിയും പയറൊക്കെ പിടിക്കുന്നുണ്ട് ഇഷ്ടം പോലെ ഇതിനകത്ത്. പറിച്ച് നട്ട ചീര കുട്ടികൾക്കും കുറച്ചൊഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ റോസൊക്കെ നിന്ന് ചിരിച്ച് കാണിക്കുന്നുണ്ട്. റോസിനും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. റോസിനൊക്കെ കുറച്ച് ഒഴിച്ചാൽ മതി. റോസിനൊക്കെ പൂ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ 10 മണിക്കുട്ടികൾ എല്ലാം പൂവൊക്കെ ആയി നിൽക്കുകയാണ്. അവർക്കും കൊടുക്കാം കുറച്ച്. അപ്പോൾ നമ്മുടെ ബോൾസത്തിൻ്റെ മൂട്ടിലോട്ടൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബന്ദിപ്പൂവ്, ബോൾസം എല്ലാം നിൽപ്പുണ്ട് ഇവിടെ. നമ്മുടെ ഇനി അടുത്ത പയർ ഗ്രോ ബാഗിനകത്ത് ഇങ്ങനെ വളർന്നു വരുവാണ്. കുറച്ചൊഴിച്ചു കൊടുക്കാം. മുളകിൻ്റെയൊക്കെ മൂട്ടിൽ ചൂട് കെട്ടായിരിക്കാനായിട്ട് കരിയിലേക്ക് ഇട്ടിട്ട് നല്ലതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനും ഈ വളം ഞാൻ ഇത് ഒഴിച്ചു കൊടുത്തായിരുന്നു. നമുക്ക് സ്വല്പം മണ്ണൊന്ന് മാന്തിയതിന് ശേഷം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ കണ്ട പിടിക്കുന്നുണ്ടല്ലേ. ഇത് നമ്മുടെ തന്നെ മുളകെടുത്ത് അങ്ങോട്ട് പാകി കിളിപ്പിച്ചതാ, പിരിയമുളക്. ഇത് നമ്മുടെ നിഷിജക്കുട്ടി അയച്ചു തന്ന പയർ വിത്തായിരുന്നു. അപ്പം നല്ലതുപോലെ കിളിച്ച് വരുന്നുണ്ട്. അതിന് നമുക്ക് സ്വല്പം ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ വേറെ പയറാണിത്. നേരത്തെ നിന്നത് പറിച്ച് മാറ്റിയിട്ട് പിന്നെ നട്ട പയറാണിത്. എല്ലാത്തിനും ഇരിക്കട്ടെ. എല്ലാത്തിനും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് അത് 15 ദിവസം കൂടെ തീർക്കണം. അതിനനുസരിച്ച് വേണം നമ്മൾ കലക്കാനായിട്ട്. ഒരുപാട് കലക്കി അങ്ങ് വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മുടെ കറിവേപ്പ്, ചട്ടിയിലെ കറിവേപ്പാണിത്. ഇനിയും ചട്ടിയിലെ കറിവേപ്പ് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുകൊള്ളുക, നടാത്തവർ നടുക. അപ്പോൾ നമ്മുടെ റോസിനും കുറച്ചൊഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ പൂ ചിന്നും മിന്നും തിന്നുകൊണ്ട് പോയതാണ്. കുറച്ച് അഴിച്ചുവിട്ട സമയം കൊണ്ട് ഒറ്റക്കടി. നല്ല മുട്ടുകളൊക്കെ വരുന്നുണ്ട്. എല്ലാ റോസിനും ഒഴിച്ചു കൊടുക്കാം. വേറൊരു ടൈപ്പ് 10 മണി, 5-6 ടൈപ്പ് 10 മണി ഉണ്ട് കേട്ടോ. ഇത് വേറൊരു ടൈപ്പാണിത്. ഇത് 10 മണിയുടെ വേറൊരു കളറ്, നല്ല കളറാണ്. ഈ ജൈവവളം ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിലും, നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരണം. കാരണം എല്ലാവരും കൃഷി ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം അത്ര ഗുണം ചെയ്യുന്നു ഈ സാധനം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം, എങ്കിലേ അത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടിട്ടുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ ചെയ്താൽ സമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇനി എൻ്റെ വീഡിയോസ് ട്രെൽ എന്ന ആപ്പിൽ നിങ്ങൾ കാണാവുന്നതാണ്. നിങ്ങൾ അവിടെയും തന്നെ ഒന്ന് ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ